നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഓരോരുത്തരും തങ്ങളുടേതായ പെരുമാറ്റ ശൈലിയുമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്താണ്? ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. വളരെ ക്ഷീണിതനായിട്ടാണ് ആ വിറകുവെട്ടുകാരൻ മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്തേക്ക് വെയിലടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഒരു അരയന്നം ചിറക് വിരിച്ച് അയാളുടെ മുഖത്തേക്ക് വരുന്ന വെയിലിന് തടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു കാക്ക താഴത്തെ കൊമ്പിൽ വന്നിരുന്നു. അത് വിറകുവെട്ടുകാരൻ്റെ മുഖത്ത് കാഷ്ടിച്ച ശേഷം പറന്നുപോയി. കണ്ണു തുറന്ന വിറകുവെട്ടുകാരൻ കാണുന്നത് അരയന്നത്തെയാണ്. അയാൾ അതിനെ അമ്പെയ്ത് വീഴ്ത്തി. മരണത്തോട് മല്ലിടിക്കുന്നതിനിടയിൽ അരയന്നം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തണലേകുകയാണ് ചെയ്തത്, ആ കാക്കയാണ് കാഷ്ടിച്ചത്, പിന്നെന്തിനാണ് എന്നെ മുറിവേൽപ്പിച്ചത്? അയാൾ പറഞ്ഞു, കാക്ക വന്നയുടനെ പറന്നു പോകാതിരുന്നതാണ് നീ ചെയ്ത തെറ്റ്. ഒരാപ്പിൾ കേടായാൽ അത് കൂടയിൽ നിന്നും എടുത്തു മാറ്റണം, അല്ലെങ്കിൽ അത് മറ്റുള്ളവയെ കൂടി നശിപ്പിക്കും. എടുത്തു മാറ്റാൻ ആളില്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ സ്വയം മാറണം. നന്മയുടെ കാര്യത്തിൽ മുൻവിധി പാടില്ല. സഹചാരികളെല്ലാം സുഹൃതം ചെയ്യുന്നവരോ സന്മനസ്സുള്ളവരോ ആകണമെന്നില്ല. ഓരോരുത്തരും തങ്ങളുടേതായ പെരുമാറ്റ ശൈലിയുമായാണ് ജീവിക്കുന്നത്. അവയിൽ ഉപയോഗപ്രദമായതും ഉപദ്രവാത്മകമായതുമുണ്ടാകും. സ്വന്തം യാത്രകൾക്ക് ഉപകരിക്കുന്നവയെ സ്വീകരിക്കാനും അല്ലാത്തവയെ തിരസ്കരിക്കാനുമുള്ള സാമാന്യ ബോധമാണ് ഓരോ യാത്രയുടെയും തുടർച്ച തീരുമാനിക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളും മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നവയെയും ആരോഗ്യം നശിപ്പിക്കുന്നവയെയും നിഷേധിക്കാത്തതും അബദ്ധങ്ങൾ തന്നെയാണ്. നിരീക്ഷണ ബുദ്ധിയോടെ അവയെ സമീപിക്കുക മാത്രമാണ് പരിഹാരം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.